ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടൊരു സ്ഥലത്താണ്. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ്. എൻ്റെ ഡിഗ്രി പഠനം ഞാൻ പൂർത്തിയാക്കിയ എൻ്റെ സ്വന്തം അസംഷൻ കോളേജ് എങ്ങനെയാണ് ക്രിസ്തുമസ് സമയത്ത് ഉള്ളതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇപ്പം ടൈം കറക്റ്റ് 6:30 ഇന്ന് ക്രിസ്മസ് ആണ്. ഇവിടെ ഒരു മനുഷ്യനില്ല, ആരുമില്ല. സെക്യൂരിറ്റി ചേട്ടൻ മാത്രമേ ഉള്ളൂ, ആൾ പുറത്താണ്. അത് ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. അപ്പോൾ പുള്ളിയോട് ചോദിച്ചപ്പോൾ കയറി പോരേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. അപ്പോൾ നമുക്ക് ഇപ്പം ഇതിൻ്റെ മുറ്റത്ത് എന്താണ് നടക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാലോ? കാണാം. ഇങ്ങനെ വെച്ചാൽ ഞാൻ നിൽക്കുന്നുണ്ട്, എനിക്ക് കാണത്തില്ലായിരിക്കും. അപ്പോൾ പിന്നെ നന്നായിട്ട് കാണിച്ചു തരാം. അസംഷൻ കോളേജ് അവിടെയായിരുന്നു ഞങ്ങളുടെ LED വോളിൽ ഡേയും കാര്യങ്ങളും എല്ലാം എടുക്കുന്ന മറ്റേ ബ്ലാക്ക് LED വോള്. ഇതാണ് അസംഷൻ കോളേജ്. 2015 എന്ന വർഷത്തിൽ ഞാനിവിടെ വന്ന് കാല് കുത്തുമ്പോൾ എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഞാനിവിടെ ഫിനിഷ് ചെയ്തു. അടിപൊളിയായിരുന്നു അസംഷനിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്. നല്ല സ്റ്റേജ് ഫിയർ മാറ്റിയത് അസംഷൻ കോളേജാണ്. പിന്നെ ഒത്തിരി പ്രത്യേകതകളുണ്ട് കേട്ടോ അസംഷന്. എൻ്റെ ജീവിതത്തിലെ ഒത്തിരി നിർണായകമായ സംഭവങ്ങളൊക്കെ ഉണ്ടായത് അസംഷനിൽ വെച്ചിട്ടാണ്. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ. ക്രിസ്തുമസ് ആയതുകൊണ്ട് അതിൻ്റെതായൊരു പ്രത്യേക സ്പെഷ്യൽ ബ്യൂട്ടി. ഓക്കെ, ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിനകത്തൊന്നും ഇങ്ങനെ കയറിയിട്ടില്ല കേട്ടോ. നമുക്ക് മുറ്റത്തും മുല്ലേക്ക് മണമില്ലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ത് കാണാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന് ഈ ക്രിസ്മസ് സീസണിൽ സ്പെഷ്യലി ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് തോന്നുന്നു. ഒത്തിരി ഇഷ്ടം തോന്നുന്നു. ഈ സ്പേസിനോട് ഭയങ്കര ഇഷ്ടം. നല്ല രസമുണ്ട്. ഞാനിടക്ക് മറ്റേ ബോഗൻവില്ലയുടെ മുള്ളൊക്കെ എന്നെ ആക്രമിക്കുന്നു. ഗൈസ്, 360 വ്യൂ വൃത്തിയായിട്ട് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയാവുന്നവരൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പോസ്റ്റ് ചെയ്യണമെന്നൊന്നും ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ ഇങ്ങനെ എടുത്തു എന്ന് മാത്രം. ഇവിടെ ആരുമില്ല, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എൻ്റെ ഒരു ഫോട്ടോ എടുപ്പിച്ചേനെ. അത്രയ്ക്ക് എനിക്കിഷ്ടമായി. നല്ല രസമുണ്ട് ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ അസംഷൻ്റെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച്. ബൈ. വണ്ടി കിടക്കുന്ന ആ ഒരു ഏരിയ കാണുമ്പം ഞാൻ ഒരാളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ജെയിംസ് ചേട്ടൻ. അസംഷൻ കോളേജിൽ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന ജെയിംസ് ചേട്ടൻ്റെ കൂടെയാണ്. ജെയിംസ് ചേട്ടൻ്റെ അടുത്ത ഡ്രൈവറായിരുന്നു കേട്ടോ. ഏകദേശം 50 അടുത്ത് വയസ്സ് വരുന്ന ഒരു മനുഷ്യനായിരുന്നു ആൾ. ഞാൻ ഇറങ്ങി ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ മരിച്ചുപോയി. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. അസംഷൻ എനിക്ക് തന്ന ഒരു നോവ് അത് മാത്രമേ ഉള്ളൂ, ജെയിംസ് ചേട്ടൻ്റെ മരണം.